നമുക്ക് ഇന്നത്തെ ധ്യാനം പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കണം. ഞങ്ങൾ പഠിക്കുന്ന ദൈവവചനങ്ങളുടെ ആഴമായ അർത്ഥതലങ്ങളിലേക്ക് ആത്മാവ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകണം. വചനങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരീകരിക്കുവാനും പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. വചനത്തെ മുറിവ് പിടിക്കുവാൻ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ആവാസം ഞങ്ങൾ ഉണ്ടാകണമേ. ഞങ്ങൾക്കൊരു വലിയ ജീവിതമാറ്റം, കർത്താവിനോട് ചേർന്ന് ജീവിക്കാനുള്ള തക്കവണ്ണം, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ തക്കവണ്ണം ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. ഇന്ന് നമ്മളെ ധ്യാനിക്കുന്നത് എഫേസ്യസ് 3-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ ധ്യാനത്തിനായിട്ട് എടുക്കുന്നത്. 14-ാമത്തെ വാക്യം 14ഉം 15ഉം കൂടെ ഞാൻ വായിക്കുകയാണ്. ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. പിതാവിൻ്റെ മുമ്പിൽ മുട്ടുകൾ മടക്കുന്നു എന്നാണല്ലോ പൗലോസ് പറയുന്നത്. മുട്ടുകൾ മടക്കുന്നത് കൂടുതൽ ഭയഭക്തിയും തീക്ഷ്ണമായ ഒരു പ്രകടനവുമാണ് ആ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ പ്രാർത്ഥനയുടെ ഒരു സാധാരണ നില യഹൂദ പാരമ്പര്യം അനുസരിച്ചാണെങ്കിൽ അത് നിൽക്കുകയാണ്. അതിൽ ചില ഉദാഹരണങ്ങൾ നമുക്ക് ബൈബിളിൽ കാണുവാൻ സാധിക്കും. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യം, നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ നിൽക്കുമ്പോൾ സ്റ്റാൻഡ് പ്രേയിങ്, നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ച കാര്യമാണ്. അപ്പോൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം യഹൂദർ സാധാരണയായിട്ട് നിന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ലൂക്കോസ് 18-ാം അധ്യായത്തിൽ ഫരീസേൻ്റെയും ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥന യേശു പറഞ്ഞൊരു ഉപമയാണ്. അത് അവിടെ വിവരിച്ചിരിക്കുന്നു. രണ്ടുപേരും നിന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഒരാളുടെ പ്രാർത്ഥനയാണ് സ്വീകരിക്കപ്പെട്ടത്, ഫരീസിൻ്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടില്ല. പക്ഷേ പ്രാർത്ഥന രണ്ടുപേരും നിന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്ന ഒരു വാചകത്തിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേരുവരാൻ കാരണമായ പിതാവ് എന്നാണ് പൗലോസ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ ദൈവത്തെ പിതാവ് എന്നുള്ള എല്ലാവരുടെയും പിതാവ് എന്നുള്ളൊരാശയം പുതിയ നിയമത്തിൽ വരുമ്പോൾ അങ്ങനെയല്ല ഉപയോഗിച്ചിരിക്കുന്നത്. യേശുക്രിസ്തു വഴിയാണ് നമ്മൾ ദൈവത്തിൻ്റെ പുത്രന്മാരായി മാറുന്നത്. എല്ലാത്തിൻ്റെയും സൃഷ്ടാവാണ് ദൈവം. എന്നാൽ പഴയ നിയമത്തിൽ മൊത്തത്തിൽ സൃഷ്ടാവെന്നുള്ള നിലയിൽ പിതാവ് എന്ന് ദൈവത്തെ സൂചിപ്പിക്കുന്നുണ്ട് താനും. പുതിയ നിയമത്തിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ആത്മാവ് സ്വീകരിച്ച് അങ്ങനെ കഴിയുമ്പോഴാണ് ദൈവത്തിൻ്റെ മക്കളായി തീരുന്നത് എന്ന ഒരു സിദ്ധാന്തം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എതിരല്ല, രണ്ടും ഒരേ കാര്യം വ്യത്യസ്തമായ രീതിയിൽ അത് അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. റോമാലേഖനം 8:15 നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. നമ്മൾ പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെ സ്വീകരിച്ചിരിക്കുകയാണ്, ഭയത്തിൻ്റെ ആത്മാവിനെ അല്ല. അങ്ങനെ പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെ സ്വീകരിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മക്കളാകുന്നത്. നമ്മൾ ദൈവത്തെ ആബാ പിതാവേ എന്ന് നമ്മൾ വിളിക്കുന്നു. യേശു കർത്താവ് അങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ അങ്ങനെ നമ്മെ പുത്രന്മാരാക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്നതിൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു.
അപ്പോഴാണ് നമ്മൾ മക്കളാകുന്നത്, ദൈവത്തെ നമ്മൾ പിതാവേ എന്ന് വിളിക്കുന്നത്. എല്ലാ മാനുഷിക ബന്ധങ്ങളും അതിൻ്റെ ഉന്നത സ്ഥാനം, അതിൻ്റെ നമ്മൾ ചെന്നെത്തേണ്ട ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിൻ്റെ ഈ പുത്രൻ എന്നുള്ള ആ പുത്ര പദവിയിലേക്ക് എത്തിച്ചേരുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവം നമ്മളെ സ്നേഹിതരെന്ന് നമ്മളെ വിളിച്ചേക്കാം, നമ്മളെ ശിഷ്യരെന്ന് വിളിച്ചേക്കാം. പക്ഷേ ഏറ്റവും ഉന്നതമായ സ്ഥാനമെന്ന് പറയുന്നത് പുത്രത്വ സ്ഥാനമാണ്. യേശു ക്രിസ്തു സഹോദരൻ എന്ന് നമുക്ക് വിളിക്കാൻ, ക്രിസ്തു നമ്മളെ സഹോദരർ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. എന്നാൽ യഹോവയുടെ പിതൃത്വം നമ്മൾ അംഗീകരിക്കുകയാണ്, അത് സൃഷ്ടാവെന്നുള്ള നിലയിലാണ്. സങ്കീർത്തനം 68:5 ദൈവം തൻ്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്ക് പിതാവും വിധവകൾക്ക് സംരക്ഷകനുമാണ്. ഒരു പൊതുവായ അർത്ഥത്തിലാണ് അത് പ്രയോഗിച്ചിരിക്കുന്നത്. അനാഥർക്ക് പിതാവ്, വിധവകൾക്ക് രക്ഷകൻ. യേശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു 64:8 എന്നാലും കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പിതാവാണ്, ഞങ്ങൾ കളിമണ്ണും അങ്ങ് കുശവനുമാണ്. ഞങ്ങൾ കളിമണ്ണ്, അങ്ങ് കുശവൻ. കുശവന് കളിമണ്ണ് കൊണ്ട് പാത്രം ഉണ്ടാക്കുന്നു. സൃഷ്ടാവെന്നുള്ള അർത്ഥത്തിലാണ് ദൈവത്തെ അവിടെ പിതാവ് എന്ന് പറയുന്നത്. പുതിയ നിയമത്തിലെ മത്തായി 7:11 മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായി നിങ്ങൾക്ക് അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും. പത്രോസിൻ്റെ ലേഖനത്തിലെ 1 പത്രോസ് 1:17 ഓരോരുത്തനെയും പ്രവൃത്തികൾക്കനുസരിച്ച് നിഷ്പക്ഷമായി വിധിക്കുന്നവനെയാണ് നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഈ പ്രവാസകാലത്ത് ഭയത്തോടെ ജീവിക്കുകയും. വിധിക്കുന്ന ആളിനെയാണ് പിതാവ് എന്ന് വിളിക്കുന്നതെങ്കിൽ ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നത് ആ അർത്ഥത്തിലാണ് പത്രോസ് ചൂണ്ടിക്കാണിക്കുന്നത്. യഹോവ എല്ലാവർക്കും പിതാവെന്നുള്ള ആ നിലയിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ചില വാക്യങ്ങളുണ്ട്. ഞാൻ ചില വാക്യങ്ങളിലൂടെ വായിക്കുകയാണ്. നിയമാവർത്തനം 32:6 ഭോഷരും ബുദ്ധിഹീനരുമായ ജനമേ, ഇതോ കർത്താവിന് പ്രതിഫലം, അവിടുന്നല്ലയോ നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ പിതാവ്, നിങ്ങളുടെ സൃഷ്ടാവും പരിപാലകനും അവനല്ലയോ. അപ്പോൾ സൃഷ്ടിക്കുന്നു, പരിപാലിക്കുന്നു, ആ അർത്ഥത്തിലാണ് യഹോവയായ ദൈവത്തെ നമ്മൾ പിതാവ് എന്ന് പറയുന്നത്. മലാക്കി പ്രവചനം 2:10 പറയുന്നു, നമുക്ക് എല്ലാവർക്കും ഒരു പിതാവല്ലേ ഉള്ളത്, ഒരേ ദൈവം തന്നെയല്ലേ നമ്മെ സൃഷ്ടിച്ചത്, എങ്കിൽ നമ്മുടെ പിതാക്കന്മാരുടെ ഉടമ്പടിയുടെ പവിത്രത നശിപ്പിച്ചുകൊണ്ട് നാം എന്തിന് പരസ്പരം അവിശ്വസ്തത കാണിക്കുന്നു. കർത്താവ് സൃഷ്ടിച്ചു, പരിപാലിക്കുന്നു. 1 കൊരിന്ത്യർ 8:6 പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എങ്കിലും നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ, ആരാണോ സർവവും സൃഷ്ടിച്ചത്, ആർക്കു വേണ്ടിയാണോ നാം ജീവിക്കുന്നത്, ആ പിതാവ്. ഒരു കർത്താവേ നമുക്കുള്ളൂ, ആരിലൂടെയാണോ സർവവും ഉളവായത്, ആരിലൂടെയാണോ നാം നിലനിൽക്കുന്നത്, ആ യേശു ക്രിസ്തു. പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്, ദൈവത്തെ കർത്താവെന്നാണ് വിളിക്കുന്നത് പഴയ നിയമം അനുസരിച്ചും. ഇപ്പോഴും പുതിയ നിയമത്തിൽ കർത്താവെന്നുള്ള വാക്ക് യേശു ക്രിസ്തു എന്നുള്ളതിന് പകരമായിട്ട് കർത്താവായ യേശു ക്രിസ്തു അങ്ങനെയാണ് പ്രയോഗിക്കുന്നത്. പൗലോസ് അങ്ങനെയാണ് കൂടുതലും പ്രയോഗിക്കുന്നത്. എഫേസ്യസ് 4:6 പൗലോസ് എഴുതിയിരിക്കുന്നു, സകലതിലും ഉപരിയും സകലതിലൂടെയും സകലതിലും വർത്തിക്കുന്നവനും നമ്മുടെ എല്ലാം പിതാവുമായ ദൈവം ഒരുവൻ മാത്രം. ഇനി നമ്മൾ അടുത്ത വാക്യങ്ങളിലോട്ട് കടക്കുകയാണ്. 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ പൗലോസ് നമുക്ക് വേണ്ടി അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. പൗലോസ് ഭയഭക്തിയോടുകൂടി മുട്ടുകുത്തിയാണ് പ്രാർത്ഥിക്കുന്നത്.
മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന വളരെ ഭയഭക്തി കാണിക്കുന്ന ആ ഒരു പോസാണ്. ശരീരത്തിൻ്റെ വ്യത്യസ്തമായ നിലയിൽ ആയിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയുള്ള ചില പ്രാർത്ഥനകൾ ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കുമ്പിട്ട് വണങ്ങി പ്രാർത്ഥിക്കുന്നു. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 27-ാം വാക്യം. ഇത് കർത്താവിനർപ്പിക്കുന്ന പെസഹാ ബലിയാണ്. അവിടുന്ന് ഈജിപ്തിലുണ്ടായിരുന്ന ഇസ്രയേൽക്കാരുടെ ഭവനങ്ങൾ കടന്നുപോയി ഈജിപ്തുകാരെ സംഹരിച്ചപ്പോൾ അവിടുന്ന് ഇസ്രയേൽക്കാരെ രക്ഷിച്ചു. അപ്പോൾ ജനം കുമ്പിട്ട് ദൈവത്തെ ആരാധിച്ചു. ഇസ്രായേൽ ജനത്തെ സംരക്ഷിക്കുകയും ഈജിപ്തുകാരുടെ ഇടയിൽ ആദ്യജാതന്മാരെ കൊല്ലുകയും ചെയ്ത വലിയ ആ പ്രവർത്തനം ചെയ്തപ്പോൾ അതിൻ്റെ ഓർമ്മ പെസഹ നടത്തുമ്പോൾ ഇതൊന്ന് പറഞ്ഞിട്ട് ജനങ്ങളെല്ലാം എന്തു ചെയ്തു? പെട്ടെന്ന് ദൈവത്തെ ആരാധിച്ചു. കുമ്പിട്ട് വണങ്ങിയാണ് ആരാധിക്കുന്നത്. മുട്ടുകുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന രീതിയുണ്ട്. 1 രാജാക്കന്മാർ 8-ാം അധ്യായം 54 സോളമൻ രാജാവ് ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് ഉള്ളൊരു പ്രാർത്ഥനയാണ്. കർത്താവിനോടുള്ള പ്രാർത്ഥനകൾക്കും യാചനകൾക്കും ശേഷം സോളമൻ അവിടുത്തെ ബലിപീഠത്തിൻ്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റു. അവൻ കൈകൾ ആകാശത്തിലേക്ക് ഉയർത്തി മുട്ടുകുത്തി നിൽക്കുകയായിരുന്നു. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്ത സമയത്ത് കൈകൾ മേലോട്ട് ഉയർത്തി മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് വളരെ ഭയഭക്തിയോടുകൂടി നിന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. കവിഴ്ന്ന് വീണ് വേണേലും പ്രാർത്ഥിക്കാം. യേശു കർത്താവ് അങ്ങനെയാണ് പ്രാർത്ഥിച്ചത് ഗദ്സമേന തോട്ടത്തിൽ വെച്ച്. മത്തായി 26-ാം അധ്യായം 29-ാം വാക്യം ഇങ്ങനെ പറയുന്നു: യേശു അല്പദൂരം മുൻപോട്ട് ചെന്ന് കവിഴ്ന്നു വീണ് പ്രാർത്ഥിച്ചു, എൻ്റെ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും അകന്നു പോകട്ടെ. കർത്താവ് പ്രാർത്ഥിച്ചത് കവിഴ്ന്ന് വീണ്, വേദന സഹിക്കാൻ വയ്യാത്ത വേദനയായിരുന്നു. കവിഴ്ന്ന് വീണ് പ്രാർത്ഥിച്ചു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്ക് തരണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഹിതം നിറവേറട്ടെ. ഈ പ്രാർത്ഥനയെന്ന് പറയുന്നത് സാർവത്രികമായി പറഞ്ഞാൽ ആവശ്യമുള്ള കാര്യമാണ്. ഞാൻ പ്രാർത്ഥിക്കാതെ അങ്ങ് ഇരുന്നോളാമെന്ന് ആരും വിചാരിക്കരുത്. പ്രാർത്ഥന ആവശ്യമാണ്. അത് കർത്താവ് ആഗ്രഹിക്കുന്നു. നാം പ്രാർത്ഥിക്കണം. സങ്കീർത്തനം 65:2 പറയുന്നു: പ്രാർത്ഥന ശ്രവിക്കുന്നവനെ, മനുഷ്യരെല്ലാം പാപഭാരവുമായി അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നത് പാപഭാരവുമായിട്ടാണ്. മർത്യരെല്ലാവരും, പാപമില്ലാത്ത ആരുമില്ല, അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നത് ഈ പാപഭാരവുമായിട്ടാണ്. പാപത്തിൻ്റെ ആ ഭാരം ചുമന്നുകൊണ്ട് ഞങ്ങൾക്ക് എവിടെ വരാൻ ഒക്കുന്നത്? നിൻ്റെ സന്നിധിയിലാണ് വരാൻ സാധിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 2-ാം വാക്യം പറയുന്നു: അവൻ അരുളി ചെയ്തു, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവീൻ, പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. പ്രാർത്ഥന ആവശ്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രധാന വിഷയം കർത്താവിന് നാമപൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണം. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. യുദ്ധവും ബഹളവും വഴക്കമൊന്നും ഇല്ലാതെ സമാധാനപൂർണ്ണമായിട്ട് എല്ലാവരെയും ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ ഒരു രാജ്യം ഇവിടെ ഭൂമിയിലാകണമേ സ്വർഗത്തിലെ പോലെ. ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇനി പ്രാർത്ഥിക്കുന്നതിന് നമുക്ക് സാധിക്കുന്നില്ല, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അന്യചിന്തകൾ വരികയാണ്. സ്വസ്ഥമായിട്ട് ആത്മാർത്ഥമായിട്ട് കർത്താവിൽ മാത്രം ചിന്തിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ തുണ ആവശ്യപ്പെട്ടാൽ മതി. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഞരങ്ങി പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവിൻ്റെ തുണ നമുക്ക് ലഭിക്കും. റോമാലേഖനം 8-ാം അധ്യായം 26-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: നമ്മുടെ ബലഹീനതകളിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു, നമ്മുടെ ബലഹീനതയിൽ
ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. നമുക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയത്തില്ല. പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ടെങ്കിൽ, ഉണ്ടാകാൻ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമ്മൾ ആവശ്യപ്പെടണം. പരിശുദ്ധാത്മാവ് അവാച്യമായ നെടുവീർപ്പുകളാൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുക. നെടുവീർപ്പ് വിട്ടുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. നമുക്ക് വികാരങ്ങളൊക്കെ പ്രകടമാക്കാൻ പ്രയാസമായിരിക്കും. പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ നമ്മുടെ പ്രയാസങ്ങൾ ആ നെടുവീർപ്പുകളോടുകൂടി പിതാവിൻ്റെ സന്നിധിയിലേക്ക് അർപ്പിക്കുന്നെന്നാണ് പറഞ്ഞത്. ആ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കുമോ? പരിശുദ്ധാത്മാവിൻ്റെ മാധ്യസ്ഥം. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എല്ലാം കിട്ടുമെന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കേണ്ടത്. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയാണ്. അത് നമ്മൾ മറന്നു പോകരുത് എന്നർത്ഥം. വിശുദ്ധരുടെ പ്രാർത്ഥനയാണെങ്കിൽ അത് ദൈവത്തിന് കൂടുതൽ വിലയേറിയ പ്രാർത്ഥനയായിട്ട് കണക്കാക്കും. അപ്പം നമ്മൾ വിശുദ്ധി പാലിച്ച് ജീവിച്ച് വിശുദ്ധരായിട്ടിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം ആ പ്രാർത്ഥന തീർച്ചയായിട്ടും കേൾക്കും. വെളിപാടിൻ്റെ പുസ്തകം 5-ാം അധ്യായം 7-8 വാക്യങ്ങൾ. അവൻ ചെന്ന് സിംഹാസനസ്ഥൻ്റെ വലത്തുകൈയിൽ നിന്ന് ആ ചുരുൾ വാങ്ങി അവനത് സ്വീകരിച്ചപ്പോൾ 4 ജീവികളും 24 ശ്രേഷ്ഠന്മാരും കുഞ്ഞാടിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു. ഓരോരുത്തരും വീണയും വിശുദ്ധരുടെ പ്രാർത്ഥനകളാകുന്ന പരിമളദ്രവ്യവും നിറഞ്ഞ സ്വർണ്ണകലശങ്ങളും കയ്യിൽ ഏന്തിയിരുന്നു. സ്വർണ്ണകലശത്തിൽ വിശുദ്ധരുടെ പ്രാർത്ഥനകളാകുന്ന പരിമളദ്രവ്യം അതിലുണ്ടായിരുന്നു. വിശുദ്ധരുടെ പ്രാർത്ഥനകളുടെ കാര്യമാണ്. അത് പ്രത്യേകം ഓർത്തോണം. അപ്പോൾ അതിന് ചില പ്രാധാന്യമുണ്ട്. ഇനി പൗലോസ് എപ്പോഴും പ്രാർത്ഥിക്കുന്നു നമുക്കെല്ലാവർക്കും വേണ്ടി, സഭകൾക്ക് എല്ലാവർക്കും വേണ്ടി. എഫെസോസുകാരോട് പറഞ്ഞു. അതുപോലെ പൗലോസ് മറ്റ് സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. റോമാലേഖനം 1:9 പറയുന്നു. റോമാലേഖനത്തിൽ പൗലോസ് എഴുതുന്നു, ഞാൻ നിങ്ങളെ ഇടവിടാതെ പ്രാർത്ഥനയിൽ സ്മരിക്കുന്നു എന്നതിന് അവിടുത്തെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം വഴി ഞാൻ ആത്മനാ ശുശ്രൂഷിക്കുന്ന ദൈവമാണ് എനിക്ക് സാക്ഷി. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിലെ 4-9 വാക്യങ്ങൾ ഫിലിപ്പിയർക്ക് പൗലോസ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എപ്പോഴും എൻ്റെ എല്ലാ പ്രാർത്ഥനകളിലും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സന്തോഷത്തോടെ ഞാൻ യാചിക്കുന്നു. നിങ്ങളുടെ സ്നേഹം ജ്ഞാനത്തിലും എല്ലാ തരത്തിലുമുള്ള വിവേചനാശക്തിയിലും ഉത്തരോത്തരം വർദ്ധിച്ചു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൊളോസോസ് ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് നന്ദി പറയുന്നു. 1 തെസ്സലോനിക്ക 1:2 പൗലോസ് എഴുതിയിരിക്കുന്നു, ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ സദാ നിങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ദൈവത്തിന് നന്ദി പറയുന്നു. ഇനി നമ്മൾ 16-ാം വാക്യം 16ഉം 17ഉം വാക്യങ്ങൾ വായിച്ച് അത് ധ്യാനിക്കാം. 16-ാം വാക്യം, അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണം എന്നും വിശ്വാസം വഴി ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുവാകി അടിയുറക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. പൗലോസ് എന്തെല്ലാം വിഷയങ്ങളാണ് പ്രാർത്ഥിക്കുന്നത്? ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ക്രിസ്തു വിശ്വാസം വഴി നമ്മുടെ ഹൃദയങ്ങളിൽ, മനുഷ്യരുടെ ഹൃദയങ്ങളിൽ വസിക്കണം എന്നാണ് പറയുന്നത്. ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കണം. സാധാരണയായിട്ട് പൗലോസ് പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കണം ഈ അർത്ഥത്തിലാണ് പറയുന്നതെങ്കിലും ഇവിടെ ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ഒരു ഇൻ്റർചേഞ്ച് മാറ്റി പറയുന്ന
ഒരു രീതി ഇവിടെ കാണുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഉയർത്തെഴുന്നേറ്റവനായ യേശു, പരിശുദ്ധാത്മാവ്, ഈ പദങ്ങൾ പരസ്പരം മാറ്റി ഉപയോഗിക്കത്തക്കവണ്ണമായിട്ടാണ് പൗലോസ് പ്രയോഗിക്കുന്നത്. അതിൻ്റെ കാരണം ഉയർത്തെഴുന്നേറ്റ യേശു ആണ് പരിശുദ്ധാത്മാവിൻ്റെ സ്രോതസ് എന്നുള്ളതാണ്. അതാണ് പൗലോസിൻ്റെ തിയോളജി. ആ പരിശുദ്ധാത്മാവിൻ്റെ ആ സ്രോതസ് എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേറ്റവനായ യേശു ക്രിസ്തുവാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 45-ാം വാക്യത്തിൽ ഉയർത്തെഴുന്നേറ്റവനായ യേശു ക്രിസ്തു ജീവദാതാവായ ആത്മാവായി തീർന്നു. ഉയർത്തെഴുന്നേറ്റവനായ യേശു ക്രിസ്തു ജീവദാതാവായ ആത്മാവായി തീർന്നു. ഇങ്ങനെയാണ് പൗലോസ് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇൻ്റർചേഞ്ചബിളാണ്, മാറ്റി പറയാൻ സാധിക്കുന്ന പദങ്ങളാണ്. അതുകൊണ്ടാണ് പൗലോസ് അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റോമാലേഖനം 8-ാം അധ്യായം 9-11 ജഡിക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവത്തിൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവെന്ന ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. നമ്മൾ ആത്മീയരാണോ എന്ന് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ചിലർ പറയും ഞാനങ്ങ് ആത്മീയനാണെന്ന്. ജഡികരായിട്ട് ജീവിക്കുകയും വരുത്, ആത്മീയരായിരിക്കണം. എങ്ങനെയാണ് ആത്മീയരാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്? എങ്ങനെയാണ് നമ്മളെ തന്നെ ആത്മശോധന ചെയ്യുന്നത്? പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ നമ്മൾ ആത്മീയരാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ, ക്രിസ്തുവിൻ്റെ ആത്മാവെന്ന് പറഞ്ഞാലും പരിശുദ്ധാത്മാവെന്ന് തന്നെ, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. എന്നാൽ നിങ്ങളുടെ ശരീരം പാപനിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുമ്പോഴാണ് മരിച്ചാലും നമുക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞ് നിൽക്കണം. ജഡികരായിട്ടൊന്നും ജീവിച്ചാൽ പറ്റത്തില്ല. 1 കൊരിന്ത്യർ 1:24 പൗലോസ് പറയുന്നു, വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ, ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവും ആണ്. ആരാണ് ക്രിസ്തു? ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവും ആണ്. അതിൻ്റെ ചിന്ത, അതിൻ്റെ ആ തിയോളജി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പുറത്തേക്ക് പ്രവഹിക്കുന്ന ആ ശക്തിയാണ്, പ്രവർത്തനത്തെ പ്രകാശിപ്പിക്കുന്ന ആ പദങ്ങളാണ് ഈ പറഞ്ഞ ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത്. സൃഷ്ടികർമ്മം, സംരക്ഷണം, രക്ഷാകർമ്മം, ഇസ്രയേലിൻ്റെയും ലോകത്തിൻ്റെയും വീണ്ടെടുപ്പ്, ഇവിടെയെല്ലാം ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാം. ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്കവിടെ കാണുവാൻ സാധിക്കും. 1 കൊരിന്ത്യർ 15:45 പൗലോസ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ജീവദാതാവായ ആത്മാവായി തീർന്നു. ആദ്യത്തെ ആദം കളിമണ്ണ് കൊണ്ടുണ്ടാക്കി ജീവശ്വാസം ഊതി ജീവനുള്ളവനായി തീർന്നു. ഉയർത്തെഴുന്നേറ്റ യേശു ജീവദാതാവായ ആത്മാവായി തീർന്നു. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. പൗലോസ് അതുകൊണ്ടാണ് ഇൻ്റർചേഞ്ചബിളായിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു, പരിശുദ്ധാത്മാവ് ഈ പദങ്ങൾ മാറി മാറി ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. 2 കൊരിന്ത്യർ 3:17 എഴുതിയിരിക്കുന്നു, കർത്താവ് ആത്മാവാണ്, കർത്താവിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. യേശു കർത്താവ്
ആത്മാവാണ്. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യം ഉണ്ട്. പിതാവ് തൻ്റെ ആത്മാവിലൂടെ നമ്മുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണം എന്നാണ് പൗലോസിൻ്റെ പ്രാർത്ഥനയുടെ മറ്റൊരു ഭാഗം. ഒരു പ്രാർത്ഥനാ വിഷയം അതാണ്, നമ്മുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണം. അങ്ങനെ ആന്തരിക മനുഷ്യൻ ശക്തിപ്പെട്ട് ക്രിസ്തുവുമായി ഒരു ആത്മീയ ബന്ധം ഉണ്ടാകണം. ക്രിസ്തുവുമായിട്ട് നമുക്ക് ഒരു ആത്മീയ ബന്ധം ഉണ്ടാകണം. ഇതിന് എന്താ ചെയ്യേണ്ടത്? ഈ ആത്മീയ ബന്ധം ഉണ്ടാക്കാൻ ചില വിഷയങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. അനുസരണം അനുഗ്രഹത്തെ വരുത്തുന്നു. മത്തായി 12:50 യേശു പറഞ്ഞു, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ ആരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. സഹോദര സഹോദരി അമ്മ എന്നൊക്കെ അങ്ങ് പറഞ്ഞാൽ പോരാ. കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാ സഹോദരൻ സഹോദരി അമ്മ. നമുക്ക് ക്രിസ്തുവിനോട് കൂടെ കൂട്ടവകാശമുണ്ട്. റോമർ 8:17 നാം മക്കളെങ്കിൽ അവകാശികളുമാണ്. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോടുകൂടെ നാം പീഡ അനുഭവിക്കുന്നു. അവസാനത്തെ പാർട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചോണം. അവനോടുകൂടെ നാം ഒരിക്കൽ മഹത്വപ്പെടണം. ക്രിസ്തുവിനോടുകൂടെ നമ്മൾ മഹത്വപ്പെടണം. നമ്മുടെ ശരീരം ഇങ്ങനെ അലിഞ്ഞ് അങ്ങ് പൊഴിഞ്ഞ് അങ്ങ് പോകുമൊന്നും അല്ല. അതിനൊരു ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗീയ ശരീരം ഉയർത്തെഴുന്നേറ്റ് വരും. എന്നിട്ട് നമുക്ക് ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൻ്റെ മഹത്വത്തിൽ നമുക്ക് പങ്ക് പറ്റണം, മഹത്വപ്പെടണം. ഒരു കണക്കിൽ ചിന്തിച്ചാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. നമ്മളിവിടെ എന്തിനായി പീഡ സഹിക്കുന്നത്? ക്രിസ്ത്യാനി എന്ന പേരിൽ പീഡ സഹിക്കുന്നത് നല്ലതാണെന്ന് പത്രോസ്ലിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് പീഡ സഹിക്കുന്നത്? നമ്മൾ പീഡ സഹിക്കുന്നത് ഒരിക്കൽ ക്രിസ്തുവിനോടുകൂടി മഹത്വപ്പെടേണ്ടതിനാണ്. അപ്പോൾ ഇവിടെ ചില പീഡ വന്നെന്ന് വിചാരിച്ച് ഒന്നും നമ്മൾ ഭാരപ്പെട്ട് വിഷമിച്ച് നിരാശരായിട്ടൊന്നും ഇരിക്കണ്ട. ഇവിടെ പീഡ സഹിക്കുന്നെങ്കിൽ ക്രിസ്തുവിനോടുകൂടി മഹത്വപ്പെടാൻ വേണ്ടിയാണ് എന്ന് നമ്മളങ്ങ് മനസ്സിലാക്കിക്കോണം. യേശു കർത്താവ് എല്ലാ അകൽച്ചകളെയും ഇല്ലാതാക്കി, സകല അകൽച്ചകളെയും ഇല്ലാതാക്കി. എഫേസ്യസ് 2:19 ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. നമ്മളീയോ നിസ്സാരരാണെന്നൊക്കെ അങ്ങ് വിചാരിച്ച് ഇവിടെയൊക്കെ ഇരിക്കുക. ഒന്നുമില്ല, നമുക്ക് പാവപ്പെട്ടവരാ, പട്ടിണിയ എന്നൊക്കെ പറഞ്ഞൊക്കെ ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ആരാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മളെ ആ സ്വർഗത്തിലെ ഭവനത്തിലെ സഹപൗരരാണ്. നമ്മൾ ഈ നാട്ടിൻപ്രദേശത്തെ ആരും അറിയാത്ത ഒരു ദേശത്തെ ഒരാളാണ് എന്നൊന്നും വിചാരിച്ചിരിക്കണ്ട. സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഭവനം ഉണ്ടാക്കി വെച്ചിരിക്കുക. നമ്മൾ വിശുദ്ധരുടെ സഹപൗരരാണ്. അവിടുത്തെ ഒരു പൗരനാണ് നമുക്ക്. ആ പൗരത്വം നമുക്കുണ്ട്. ദൈവഭവനത്തിലെ അംഗങ്ങളാണ്. നമ്മൾ ചെറിയ ആളാണെന്നൊന്നും വിചാരിക്കണ്ട. ദൈവഭവനത്തിലെ അംഗങ്ങളാണ് നമ്മൾ, വിശുദ്ധരുടെ സഹപൗരരാണ്. ക്രിസ്തുവിനെ അംഗീകരിച്ച് നമുക്ക് ഈ സാഹോദര്യത്വം നേടാം. ഹെബ്രായ ലേഖനം 2:11 പറയുന്നു, വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവരും ഉത്ഭവിക്കുന്നത് ഒരുവനിൽ നിന്ന് തന്നെ. അതിനാൽ അവരെ സഹോദരർ എന്ന് വിളിക്കാൻ അവൻ ലജ്ജിച്ചില്ല. നമ്മളെയൊക്കെ സഹോദരർ എന്ന് വിളിക്കുന്നതിന് യേശു കർത്താവിന് ഒരു ലജ്ജയുമില്ല. സഹോദര എന്നാണ് നമ്മളെ വിളിക്കുന്നത്. ഇനി പൗലോസ് അവിടെ മഹത്വത്തിൻ്റെ സമ്പന്നത എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ആ വാക്യത്തിൽ അത് ആത്മീയ സമ്പന്നതയെക്കുറിച്ചാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദൈവത്തിൻ്റെ കൈവശത്തിൽ സമ്പത്തല്ല ഇരിക്കുക. എല്ലാം അവൻ്റേതല്ലേ. നമുക്ക് തരുന്നത് നമ്മൾ വാങ്ങിക്കുന്നു. നമ്മൾ എന്തായിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്. ദൈവത്തിൻ്റെ കാരുണ്യമാണ് സകലതിനും. നമ്മുടെ ജനനം മുതൽ നമ്മുടെ അസ്തിത്വം മുതൽ സകലതും ദൈവത്തിൻ്റെ കൃപയാണ് സകലതും എന്ന് നമ്മൾ മനസ്സിലാക്കണം. സുഭാഷിതങ്ങൾ 8:18
സമ്പത്തും ബഹുമാനവും നിലനിൽക്കുന്ന ഐശ്വര്യവും എൻ്റെ അടുക്കലുണ്ട്. കർത്താവ് പറയുന്ന വാചകമാണ്. കർത്താവിൻ്റെ കയ്യിലെല്ലാം ഉണ്ട്. സമ്പത്ത്, ബഹുമാനം, നിലനിൽക്കുന്ന ധനം, ഐശ്വര്യം എല്ലാം അവിടെ ഉണ്ട്. നമ്മൾ അങ്ങോട്ടങ്ങ് ചെന്നാൽ മതി. സമ്പത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് ലഭിക്കുന്നു. കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു. അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല. അപ്പം നമുക്ക് സമ്പത്തൊക്കെ ഉണ്ടായി, ഐശ്വര്യം ഉണ്ടായാൽ നമ്മൾ മനസ്സിലാക്കണം കർത്താവ് തരുന്ന അനുഗ്രഹമാണ്. ഇനി ഒരു കാര്യം നമ്മൾ വിചാരിക്കണം, യേശു കർത്താവ് പറഞ്ഞിട്ടില്ലേ ദൈവത്തെയും മാമോനെയും കൂടെ സേവിക്കാൻ സാധ്യമല്ലെന്ന്. അപ്പോൾ ഈ നമുക്കൊരു സമ്പത്ത് വരുമ്പോൾ നമ്മൾ അതിൻ്റെ സേവിച്ച് പോകരുത്. അത് ദൈവം നമ്മുടെ കയ്യിലോട്ടും തന്നതാണ്. നമ്മുടെ ഉപജീവനത്തിനും നമ്മുടെ സഹോദരങ്ങളായ മറ്റെല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കാൻ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. നമ്മളങ്ങ് സമ്പന്നരായ ഉന്നതമായ നിലയിൽ ഈ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ ഒന്നാമത്തെ സമ്പന്നൻ ഞാനാണെന്ന് റെക്കോർഡുണ്ടാക്കാനൊന്നും അല്ല നമ്മളെ സമ്പത്ത് ഏൽപ്പിക്കുന്നത്. അത് മറ്റുള്ളവരുമായിട്ട് സഹോദരങ്ങളല്ലേ നമ്മളെല്ലാം പങ്കുവെച്ച് എല്ലാവരുടെയും സുഖ സൗകര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തരുന്നതാണ്. അല്ല നമ്മളങ്ങ് ഉയർന്നു പോകാൻ വേണ്ടി തരുന്നതല്ല. സമ്പത്തിൽ ആശ്രയിക്കരുത്. ദൈവ്യാഗ്രഹം പാടില്ല. അതെല്ലാം പാപമയമാണ്, ലൗകിക ചിന്തകളാണ്, ജഡിക സ്വഭാവങ്ങളാണ്, പാടില്ല. പക്ഷേ കർത്താവ് നമുക്ക് സമ്പത്ത് തരുന്നു. അതൊരു അനുഗ്രഹമായിട്ട് തരുന്നതാണ്. അത് വേണ്ടതുപോലെ പ്രയോഗിക്കണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് ഈ മഹത്വത്തിൻ്റെ സമൃദ്ധി നമുക്കൊന്ന് കാണണ്ടേ? നമ്മൾ മഹത്വത്തിൻ്റെ സമൃദ്ധി ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോരല്ലോ, നമുക്ക് കാണണമല്ലോ. അത് നമ്മുടെ ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെടണം. നമ്മുടെ കണ്ണുകൊണ്ട് ഈ കണ്ണുകൊണ്ട് കാണാനൊക്കത്തില്ല. നഗ്നനേത്രങ്ങൾ കാണാൻ പ്രയാസമാണ്. ആന്തരികമായ നേത്രമുണ്ട്, അത് തുറക്കപ്പെടണം. അങ്ങനെയാണ് കർത്താവ് ഈ ലോകത്തിൽ വെച്ച് തന്നെ അന്ധരെ സുഖപ്പെടുത്തിയത്. കണ്ണിൽ ഇങ്ങനെ കാഴ്ചയില്ലെന്ന് പറയുന്നവർക്ക് കർത്താവ് ഇങ്ങനെ തൊട്ടപ്പോൾ കാഴ്ച ലഭിച്ചു. 2 കാഴ്ചകളാണ് ലഭിച്ചത്. ഒന്ന്, അവരുടെ ബാഹ്യമായ നേത്രങ്ങൾ തുറക്കപ്പെട്ടു. യേശുവിനെ അവർ കണ്ടു, കൂടെ നിൽക്കുന്ന ജനങ്ങളെയൊക്കെ കണ്ടു. അതെല്ലാം നല്ലത് തന്നെ. പക്ഷേ അവരുടെ ആന്തരിക നേത്രവും തുറക്കപ്പെട്ടു. അവർക്ക് മനസ്സിലായി ഇവന് യേശു ക്രിസ്തുവാണ്. അവിടെയൊക്കെ നിന്ന് സംസാരിച്ചവർക്ക് മനസ്സിലായില്ല യേശുവിനെ. ആരാടാ നിന്നെ സുഖപ്പെടുത്തിയത്? അയ്യോ അത് യേശു. പ്രവാചകനല്ലാതെ അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ടവനല്ലാതെ ആർക്കത് കഴിയും? അവർക്ക് വിശ്വാസമുണ്ടായി. ആന്തരിക നേത്രവും അവർക്ക് തുറന്നു കിട്ടി. അതാണ് കർത്താവ് ചെയ്യുന്നത്. അപ്പോൾ മഹത്വത്തിൻ്റെ ഈ സമൃദ്ധി കാണാൻ നമ്മുടെ ആന്തരിക നേത്രങ്ങളും തുറക്കപ്പെടണം. എഫേസോസ് 1:18 പറയുന്നു, ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നമ്മളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. ആന്തരിക നേത്രങ്ങളിലൂടെ ഒന്ന് തുറന്നു തരാൻ നമ്മൾ പ്രാർത്ഥിച്ചോണം. എങ്കിലേ നമുക്ക് ഈ മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കുവാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ലൗകികമായി ഇതിനെയൊക്കെ നോക്കി ഇതാണ് ഏറ്റവും വലുതെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ അങ്ങ് ജീവിക്കും, ജഡികരായി പോകും. എഫേസസ് 1:8-9 വാക്യങ്ങളിൽ പൗലോസ് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ സമ്പന്നത എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ പ്രയാസമാണ്, ദുർഗ്രഹമാണ്. പൗലോസ് പറയുകയാണ്, വിജാതിയരോട് ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കാനുള്ള അതിനുതകുന്ന വരം വിശുദ്ധരിൽ ഏറ്റവും നിസാരനായ എനിക്ക് നൽകപ്പെട്ടു. ഒരു വരം പൗലോസിന് കിട്ടി. കർത്താവിൻ്റെ ആ സമ്പന്നതയുടെ കാര്യം വിജാതിയരോട് പ്രസംഗിക്കണം. ദുർഗ്രഹമാണെങ്കിലും അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം. അതിനുള്ള വരം എനിക്ക് ലഭിച്ചു. പൗലോസ് പറയുന്നൊരു വാക്കുണ്ട്, വിശുദ്ധരിൽ ഏറ്റവും നിസാരനായ എനിക്ക്. എത്ര എളിമയാണ് പൗലോസ് കാണിക്കുന്നത്. നമുക്ക് ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും. പൗലോസിനെ പോലെ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ സ്വന്തം ജീവൻ കൊടുത്ത് ഇത്രമാത്രം പ്രവർത്തിച്ച വേറൊരു മനുഷ്യനെ നമുക്ക് ചരിത്രത്തിൽ കാണുവാനില്ല. അത്രമാത്രം പ്രവർത്തിച്ച ആൾ പറയുന്നത്, ഞാൻ വിശുദ്ധരിൽ നിസ്സാരൻ. നമ്മൾ എന്ത് ചെയ്തിട്ടും അവസാനം നമ്മൾ പറയണം നിസ്സാരൻ. കർത്താവ് തന്നെ ഇങ്ങനെ പഠിപ്പിച്ചു, നിങ്ങളെല്ലാം വിശ്വസ്തയോട് ചെയ്തിട്ട് അവസാനം പറയണം, ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അല്ല ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു അങ്ങനെയൊന്നും പറഞ്ഞ് ബഹളമുണ്ടെന്ന് ഉണ്ടാക്കണ്ട, വീൺ പിടിക്കണ്ട. നമ്മൾ നിസ്സാരരാണെന്ന് നമ്മൾ സ്വയം നമ്മളെക്കുറിച്ച് ചിന്തിക്കണം. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം,
ഈ കർത്താവ് പറയുന്ന ഈ സമ്പത്ത് ഭൗമികമായിട്ടുള്ള എല്ലാത്തിനേക്കാട്ടിലും വിലപ്പെട്ടതാണ്. ഹെബ്രായ ലേഖനം 11:26 നമ്മളിങ്ങനെ വായിക്കുന്നു: ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന പീഡനങ്ങൾ ഈജിപ്തിലെ നിധികളേക്കാൾ വിലയേറിയതായി മോശ കരുതി തനിക്ക് ലഭിക്കാനിരുന്ന പ്രതിഫലത്തിലാണ് അവൻ ദൃഷ്ടി പതിപ്പിച്ചത്. ഉന്നതമായ നിലയിൽ അടുത്ത ഫറവോ ആകേണ്ട ആൾ എല്ലാ വിദ്യകളും അഭ്യസിച്ച് സംസാരത്തിന് നല്ല പ്രാഗൽഭ്യമുള്ള വിദഗ്ധനായ ഭരണാധികാരിയായിട്ട് പഠിച്ച് വന്നിട്ട് അദ്ദേഹം പിന്നെ അവസാനം ചിന്തിച്ചു, എനിക്ക് ഇവിടുത്തെ നിധികൾ നിസ്സാരം, എൻ്റെ സ്വന്തം ജനത്തിൻ്റെ അടുത്തേക്ക് ഞാൻ പോവുകയാണ്, അവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്, അതാണ് കൂടുതൽ വിലയേറിയ സമ്പത്ത് എന്ന് അവൻ കരുതി ഹെബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുക. അതുകൊണ്ട് അതെല്ലാം വിട്ടിട്ട് പോയി, ഓടിപ്പോയി 40 വർഷം പിന്നെ മരുഭൂമി പ്രദേശത്ത് ആടിനെ മേയ്ക്കായിരുന്നു. 40 വർഷം, 40ാമത്തെ വയസ്സ് മുതൽ 80ാമത്തെ വയസ്സ് വരെ ആടിനെ മേയ്ക്കുന്ന ഒരു ആട്ടിടയനായിട്ട് താമസിച്ചു. സ്വന്തം ആടില്ല, അമ്മായിപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് നടന്നു. ഇതായിരുന്നു മോശ ചെയ്തത്. കാരണം പറഞ്ഞിട്ടുണ്ട്, തനിക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലത്തിലാണ് മോശ ദൃഷ്ടി പതിപ്പിച്ചത്. ഇങ്ങനെ സഹിച്ച് എല്ലാം ചെയ്യുമ്പോൾ തനിക്കൊരു പ്രതിഫലം കിട്ടും, സ്വർഗത്തിലാണ്. ആ പ്രതിഫലത്തിലാണ് ദൃഷ്ടി പതിപ്പിച്ചത്. അങ്ങോട്ട് നോക്കി എല്ലാം ചെയ്തത്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിലും പറയുന്നത്, നമ്മുടെ ദൃഷ്ടി ഉന്നതത്തിലേക്ക് ഉയരട്ടെ, അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു ഗ്ലാസ് പച്ചവെള്ളം യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യൻ എന്നുള്ള നിലയിൽ ഒരാൾ കൊടുത്താൽ അതിൻ്റെ പ്രതിഫലം നശിച്ചു പോവുകയില്ല. പ്രതിഫലം നമുക്കുണ്ട്. രക്ഷയുടെ കാര്യമല്ല പറഞ്ഞത്, ചെയ്യുന്ന സൽപ്രവൃത്തികൾക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പ്രതിഫലം നമുക്ക് തരുന്നുണ്ട്, അതുകൂടെ അനുഭവിക്കുന്നുണ്ട് നമ്മൾ. അത് നമ്മൾ മനസ്സിലാക്കണം. ആ പ്രതിഫലമാണ് മോശയെ നോക്കിയത്. ഈ ഭൂമിയിൽ വെച്ച് തന്നെ എന്തൊരു അനുഗ്രഹമാണ് മോശയ്ക്ക് ലഭിച്ചത്. മോശ മാത്രമേ ദൈവത്തെ ഭാഗ്യമായ രീതിയിലാണെങ്കിലും കാണാൻ സാധിച്ചുള്ളൂ. 40 ദിവസം സീനായി പർവ്വതത്തിൽ ദൈവത്തോടൊപ്പം സംസാരിച്ചിരിക്കാനുള്ള ഭാഗ്യം, അഗ്നിയുടെ രൂപത്തിൽ മുൾപ്പടർപ്പിൽ കാണപ്പെടുവാനും ഞാനാണ് യഹോവ എന്ന് പറയാനും ആ ശബ്ദം കേൾക്കാനും ഒക്കെ സൗഭാഗ്യം ലഭിച്ചത് മോശയ്ക്ക് മാത്രമാണ് എന്ന് നമ്മളറിയാം. വേറെ ആർക്കും ഈ ഭാഗ്യം ലഭിച്ചിട്ടില്ല ഈ ഭൂമുഖത്ത് എന്ന് നമ്മൾ അറിയണം. അവൻ്റെ ചിന്ത, അവൻ്റെ ആഗ്രഹം, അവൻ്റെ ദൃഷ്ടി പതിച്ചത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ്. പ്രതിഫലം അവൻ അറിയാൻ കിട്ടും എന്ന് അറിയാമായിരുന്നു. ചിലർ ഇങ്ങനെ ചിന്തിക്കും, നമ്മൾ ചെയ്യുന്ന സൽപ്രവൃത്തികൾക്ക് പ്രതിഫലം പ്രതീക്ഷിക്കാതെ ചെയ്യാം. പ്രതിഫലം പ്രതീക്ഷിക്കാതെ നമുക്ക് പ്രവൃത്തികൾ ചെയ്യാം. എങ്കിലും നമ്മളെ ധൈര്യപ്പെടുത്തുന്നൊരു കാര്യമാണ്, നമ്മൾ ചെയ്യുന്ന ഏത് കാര്യത്തിനും അതിനൊരു പ്രതിഫലമുണ്ട്. പ്രവൃത്തികളുടെ പുസ്തകത്തിൽ എല്ലാം എഴുതി വയ്ക്കും. അപ്പം നമ്മൾ ചെയ്യുന്ന തെറ്റുകളുടെ കാര്യം അവിടെ ഉണ്ട്, മൈനസ് മാർക്ക് വരും. അപ്പോൾ തെറ്റുകൾ ചെയ്യാനും പാടില്ല. നല്ല പ്രവൃത്തികൾ ചെയ്ത് അതിൻ്റെ കണക്കവിടെ ഉണ്ട്, നമുക്ക് പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും. പിന്നെ പൗലോസ് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം, ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമേ എന്നാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. ഈ മനുഷ്യനെന്ന് പറയുന്നത് ഒരു ബലഹീനനാണ്. ഈ ബലഹീനത എല്ലാ മനുഷ്യരിലും നമുക്ക് ഈ ബലഹീനത കാണാം. കളിമണ്ണ് കൊണ്ടല്ലേ നമ്മൾ നിർമ്മിക്കപ്പെട്ടത്. നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, ഏശയ പ്രവാചകൻ്റെ ഒരു വാചകം, നമ്മൾ കളിമണ്ണ്, കർത്താവ് കുശവൻ. നമ്മൾ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കപ്പെട്ട വെറും പാത്രങ്ങളാണ്, ബലഹീനരാണ് എന്ന് നമ്മളറിയണം. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കൂടി ഇങ്ങനെ പോവുകയാണല്ലോ മോശയുടെ നേതൃത്വത്തിൽ. ഇസ്രായേൽ ജനം മോശയുടെ നേതൃത്വത്തിൽ കനാൻ നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണത്തിന് ആവശ്യത്തിന് മാംസം കിട്ടാത്തതിനാൽ അവർ വിലപിച്ചു. ഈജിപ്തിലായിരുന്നപ്പോൾ അവർക്കുള്ളൊരു ഗുണം, കഠിന ജോലിയൊക്കെ ചെയ്യണം, എന്നാലും ഗോതമ്പ് കൊണ്ടുള്ള ഭക്ഷണ സാധനങ്ങളും മാംസം ഇറച്ചിയും കിട്ടുന്നതുകൊണ്ട് അവരങ്ങ് സംതൃപ്തരാണ്. ഭക്ഷണം അവർക്ക് നല്ലവണ്ണം കഴിക്കാൻ കിട്ടും. കഠിന ജോലി ചെയ്യുന്ന അടിമത്തത്തിലാണ് അവരെങ്കിലും
ഭക്ഷണം കിട്ടുമായിരുന്നു. ഈ മരുഭൂമിയിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ 40 വർഷമാണ് പിന്നെ മരുഭൂമിയിൽ കൂടെ നടക്കുന്നത്. അവർക്കൊന്നും കിട്ടുന്നില്ല. മന്ന കൊടുത്തു ദൈവം, കാടപ്പക്ഷിയും കൊടുത്തു. പക്ഷേ ആദ്യം ഈ അപ്പം കിട്ടി. അത് അവർക്കത് ആദ്യം ഉപയോഗിക്കാനും ഒക്കെ അറിയാൻ വയ്യാതൊരു പ്രയാസമൊക്കെ ഉണ്ടായി. പിന്നെ അതിൽ ഉപയോഗിച്ച് തുടങ്ങി. കാടപ്പക്ഷി കൊടുത്തപ്പോൾ അത് ഉപയോഗിച്ചു. പക്ഷേ മാംസം കിട്ടുന്നില്ലെന്ന് പറഞ്ഞൊരു വിലാപം അവർ, ഞങ്ങൾക്ക് ഭക്ഷണമില്ല, ഇറച്ചി കിട്ടുന്നില്ല എന്നുള്ളതൊരു വിഷമം. അതവർ വിലപിച്ചപ്പോൾ മോശയോടാണല്ലോ എല്ലാം പറയുന്നത്. മോശയാണല്ലോ നേതാവ്. മോശ എത്രയോ എളിമയുള്ളൊരു മനുഷ്യൻ. നമ്മൾ സൗമ്യനായ മനുഷ്യൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബൈബിളിൽ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മോശയെ പോലെ സൗമ്യനായ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നിട്ടില്ല. മോശയെ പോലെ സൗമ്യനായ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. ചരിത്രം പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം അറിയും. മോശയെ പോലെ ശ്രേഷ്ഠനായ ഒരു നേതാവ് ഈ ഭൂമുഖത്ത് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അദ്ദേഹം ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ടാണ്. ഇവിടെ നമ്മൾ കാണുന്നത് 40 വർഷം ഇങ്ങനെ പോകുന്ന വഴിക്കെല്ലാം 40-60 ലക്ഷം ജനങ്ങളാണ്. അവരുടെ പരാതികൾ എത്രമാത്രമായിരിക്കും? ഓരോ കാര്യം വരുമ്പോഴുള്ള പരാതികൾ. ഒരു വീട് ഭരിക്കാൻ ഇവിടെ ഒരു കുടുംബനാഥൻ വിഷമിക്കുന്നു. കാര്യം പിള്ളേരുടെ കാര്യങ്ങൾ, ഭാര്യയുടെ കാര്യങ്ങൾ, വീടിൻ്റെ കാര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത്. പരാതികൾ ധാരാളം വരുന്നു. ഇതിനെയൊക്കെ എങ്ങനെ പരിഹരിക്കും? 4-5 പേരുള്ള ഒരു കുടുംബത്തിൻ്റെ പരാതികളെ തീർക്കുവാൻ സാധ്യമല്ലെങ്കിൽ 60 ലക്ഷം ജനങ്ങളുടെ നേതാവായിരിക്കുന്ന ആൾ എല്ലാവരും പരാതിയുമായിട്ട് വരുന്നത് മോശയുടെ അടുത്താണ്. എങ്ങനെ ചെയ്യും? പക്ഷേ മോശ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഏത് പ്രശ്നവും വരട്ടെ, യഹോവയുടെ മുമ്പിലേക്ക് ആദ്യം ചെല്ലും. കർത്താവേ, ഉത്തരം കിട്ടും. അത് ജനങ്ങളുമായിട്ട് പങ്കുവെക്കും. അങ്ങനെ പ്രവർത്തിക്കും. ചെങ്കടൽ കടന്നത് അങ്ങനല്ലേ? ചെങ്കടൽ കടന്നപ്പോൾ ഒരു വടി ഉപയോഗിച്ച് ദൈവം പറഞ്ഞു, നീ ആ വടിയെടുത്ത് ചെങ്കടൽ നേരെ നീട്ടുക. ചെങ്കടൽ 2ആയിട്ട് പിളരുന്നു. ദൈവം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സംഭവിക്കുമെന്ന്. ഉണങ്ങിയ നിലം. ചിലരെ കണക്കൂട്ടി പറയുന്നത് 2 കിലോമീറ്ററെങ്കിലും വീതി ഉണ്ടായിരുന്ന റോഡാണ് ഇങ്ങനെ കടലിൻ്റെ നടുക്കൂടെ വന്നതെന്ന്. എങ്കിലും ഇത്രയും പേർക്ക് രാത്രി തന്നെ അപ്പുറത്ത് കടക്കാൻ സാധിക്കുള്ളെന്നുള്ള കണക്കാണ്. എന്തൊരു അത്ഭുതം! ഇതിന് മുമ്പ് അങ്ങനെയൊന്നും നടന്നിട്ടില്ല, പിന്നെ നടന്നിട്ടുമില്ല, ഇനി നടക്കാൻ സാധ്യതയുമില്ല. ഒരു വടിയുടെ ശക്തിയല്ല, മോശയുടെ ശക്തിയല്ല, ദൈവത്തിൻ്റെ ശക്തി. അപ്പോൾ മോശ ഇങ്ങനെ ദൈവത്തോടൊന്ന് പറഞ്ഞതേ ഉള്ളൂ, എന്താ കർത്താവ് ഞാൻ ചെയ്യേണ്ടത്? നീ ഇങ്ങനെ ചെയ്യുക, വടി അങ്ങോട്ട് കാണിക്ക്, എല്ലാം വഴി തുറക്കപ്പെടും. നമുക്കൊക്കെ വഴിയൊക്കെ അടയുന്ന സന്ദർഭങ്ങളുണ്ടല്ലോ ജീവിതത്തിൽ. ദൈവത്തോട് ചോദിച്ചാൽ മതി. പുതുവഴികളെ തുറക്കാൻ അവന് കഴിയും. നമുക്കറിയത്തില്ല ഇതെങ്ങനെ ഇനി മുന്നോട്ട് പോകേണ്ടത്. ജീവിതത്തിൽ ഒരു തടസ്സം വരിക, പ്രശ്നങ്ങൾ വരികയായി, ഇനി എങ്ങനെ മുന്നോട്ട് പോകും? ഭാരപ്പെടണ്ട, പുതുവഴികളെ തുറക്കാൻ ദൈവത്തിന് കഴിയും. ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മാംസം കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഇസ്രായേൽക്കാരെ വിലപിക്കുക. മോശ കർത്താവിനോട് പ്രാർത്ഥിച്ചു. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 14-ാം വാക്യം, ഈ ജനത്തെ മുഴുവൻ താങ്ങാൻ ഞാൻ ശക്തനല്ല, അത് എൻ്റെ കഴിവിന് അതീതമാണ്. ദൈവത്തോട് മോശ പ്രാർത്ഥിക്കുക, കർത്താവേ, എനിക്ക് കഴിയത്തില്ല, ഞാൻ ശക്തനല്ല, ഇവരുടെ എല്ലാവരുടെ കാര്യങ്ങൾ അത് താങ്ങാൻ ഞാൻ ശക്തനല്ല, അത് എൻ്റെ കഴിവിന് അതീതമാണ്. മനുഷ്യരെല്ലാം ബലഹീനരാണെന്ന് നമ്മൾ ഓർക്കണം. യേശു ഗെത്സമേന തോട്ടത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്നല്ലോ. ശിഷ്യന്മാരെ അങ്ങോട്ട് നിർത്തിയിട്ട് ഒരു കല്ലേറ് ദൂരം അകലെയോട്ട് മാറി യേശു അവിടെ കവിഴ്ന്ന് വീണ് പ്രാർത്ഥിച്ചു. യേശു കവിഴ്ന്ന് വീണ് പ്രാർത്ഥിച്ചെന്ന് നമ്മൾ ഇന്ന് തന്നെ ചിന്തിച്ചു. പ്രാർത്ഥിച്ചതിന് ശേഷം യേശു തിരിച്ച് ശിഷ്യന്മാരിരുന്നിടത്തോട്ട് വന്നപ്പോൾ അവർ ഉറങ്ങുന്നതാണ് കണ്ടത്. അപ്പോൾ യേശു പത്രോസിനോട് ചോദിച്ചു. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 40-41 വാക്യങ്ങൾ, എന്നോടുകൂടെ 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവീൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമത്രേ.
കർത്താവിനറിയാം നമ്മളെക്കുറിച്ച്. നമ്മുടെ ശരീരം ബലഹീനമാണ്. ആത്മാവ് ചിലപ്പോൾ സന്നദ്ധമായിരിക്കും, പ്രാർത്ഥിക്കാൻ നോക്കാൻ നമുക്ക് ആഗ്രഹം കാണും, പക്ഷേ നമ്മുടെ ശരീരം ബലഹീനമത്രേ. മനുഷ്യൻ ദൈവത്തിൽ ആശ്രയിക്കേണ്ടതാണ്. സങ്കീർത്തനം 127 1 വാക്യം, കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. വീട് പണിയാൻ ആഗ്രഹിച്ചു, പക്ഷെങ്കിൽ കർത്താവ് വേണം പണിയാൻ. കർത്താവിൽ ആശ്രയിച്ച്, കർത്താവേ ഇത് പൂർത്തിയാക്കി തരണം, നീ തന്നെ പൂർത്തിയാക്കി തരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഏത് ജോലിയും ചെയ്യാൻ. ഉദാഹരണം പറഞ്ഞിരിക്കുക, വീട് പണിയുടെ കാര്യം. ഏത് കാര്യവും കർത്താവ് ചെയ്തു തരുന്നില്ലെങ്കിൽ അത് നടക്കത്തില്ല. കർത്താവിൽ ആശ്രയിച്ച് വേണം എല്ലാം ചെയ്യാൻ. യോഹന്നാൻ്റെ സുവിശേഷം 15 അധ്യായം 5 വാക്യം, യേശു പറയുന്നു, ഞാൻ മുന്തിരി ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. കർത്താവിൽ ആശ്രയിച്ച് ചെയ്യണം. കർത്താവ് സഹായിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടും ഒക്കെ മനുഷ്യൻ നിസ്സഹായനാണ്. ലൂക്കോസ് 13 അധ്യായം 10-11 വാക്യങ്ങൾ, ഒരു ശാബതത്തിൽ യേശു ഒരു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 18 വർഷമായി ഒരു ആത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്ത്രീക്ക് 18 വർഷം കൊണ്ട് ഒരു ആത്മാവ് ബാധിച്ചു, ഒരു ദുഷ്ടാത്മാവാണ് ബാധിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ അവൾ ആത്മീയമായിട്ട് ബലഹീനതയാണ്. അതുകൊണ്ട് അവൾ രോഗിണിയായി തീർന്നു. എല്ലാ രോഗവും പിശാച് തരുന്നതാണെന്ന് നമ്മൾ വിചാരിക്കേണ്ട, പാപം ചെയ്തതുകൊണ്ടുമാണ് രോഗിയായതെന്നും വിചാരിക്കേണ്ട. പക്ഷേ അങ്ങനെ സംഭവിക്കുന്നു. ഇവിടെ ദുഷ്ടാത്മാവ് പ്രവർത്തിച്ചത് കൊണ്ട് അവൾക്ക് 18 വർഷം അവൾ രോഗിണിയാണ്. അപ്പോൾ ശരീരത്തിനും ബലമില്ല. അങ്ങനെ കൂനിപ്പോയി, ആ ശരീരം അങ്ങ് കൂനിപ്പോയി, നൂർന്ന് നിൽക്കാൻ ഒക്കുന്നില്ല. സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കാൻ അവൾക്ക് ഒക്കുന്നില്ലായിരിക്കും. അവൾ അവിടെ ഉണ്ടായിരുന്നു. യേശു അവളെ സുഖപ്പെടുത്തുന്നു. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് ശാരീരികമായിട്ടും ആത്മീയമായും മാനസികമായിട്ടും എല്ലാ രീതിയിലും അവൻ ബലഹീനനാണ്. കർത്താവ് തൊട്ടാൽ സൗഖ്യം. നമ്മുടെ ബലഹീനതയിൽ കർത്താവ് നമ്മുടെ സഹായത്തിനെത്തും. സങ്കീർത്തകൻ 116 സങ്കീർത്തനം 116 എളിയവരെ കർത്താവ് പരിപാലിക്കുന്നു. ഞാൻ നിലം പറ്റിയപ്പോൾ അവിടുന്ന് എന്നെ രക്ഷിച്ചു. ഞാൻ നിലം പറ്റിപ്പോയി, പക്ഷേ കർത്താവ് എന്നെ രക്ഷിച്ചു. പുതിയ നിയമത്തിൽ നമുക്കൊരു സംഭവം കാണാം. ഒരിക്കൽ യേശുവും ശിഷ്യന്മാരും വഞ്ചിയിൽ ഗലീലി കടലിൻ്റെ അക്കരയ്ക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ഒരു വലിയ കൊടുങ്കാറ്റ് ഉണ്ടായി. വഞ്ചിയിൽ വെള്ളം കയറി, വെള്ളം വഞ്ചിയിലങ്ങ് നിറഞ്ഞുകൊണ്ടിരുന്നു. യേശു ആ സമയത്ത് തലയിണ വെച്ച് ആ വഞ്ചിയിൽ ഉറങ്ങുകയായിരുന്നു. ശിഷ്യന്മാർ യേശുവിനെ വിളിച്ചുണർത്തി, നീ ഇത് ഗവനിക്കുന്നില്ലേ? എടാ, ഞങ്ങളിപ്പം ചത്തുപോകുമല്ലോ, ഭയങ്കര കൊടുങ്കാറ്റ്, വെള്ളം കയറുക, ഇപ്പോൾ അത് മുങ്ങിപ്പോകും, നീ ഇത് ഗവനിക്കുന്നില്ലേ? മർക്കോസ് 4 അധ്യായം 39 വാക്യം, അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാകുക. കാറ്റ് ശമിച്ചു, പ്രശാന്തത ഉണ്ടായി. കർത്താവ് ദൈവമല്ലേ, ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാം നിയന്ത്രിതാവല്ലേ, എല്ലാം നിയന്ത്രിക്കാൻ കർത്താവിന് കഴിയും. ശാന്തത ഉണ്ടായി. നമുക്ക് ആത്മീയമായ ബലം നൽകുന്നതും കർത്താവാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 1:8 യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. എപ്പോഴാണ് നമ്മൾ ശക്തി പ്രാപിക്കുന്നത്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമറിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. എന്നെ കൊണ്ടൊക്കത്തില്ല, കഴിവില്ല, എനിക്കെങ്ങനെ മറ്റ് ഭാഷയൊന്നും അറിയത്തില്ലല്ലോ, ഞാൻ ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ പോയിട്ടില്ലല്ലോ, എങ്ങനെ സാധിക്കുമെന്നൊന്നും ഭാരപ്പെടേണ്ട.
പരിശുദ്ധാത്മാരുമ്പോൾ ശക്തി പ്രാപിക്കും. അതെല്ലാം നിങ്ങളങ്ങ് ചെയ്തോളും. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 4-ാം വാക്യം പെന്തക്കോസ്താ ദിനത്തിലെ കാര്യമാണ്. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിച്ചു. എങ്ങനെയാണ് വിവിധ ഭാഷ പെട്ടെന്ന് പഠിച്ചതല്ല, പരിശുദ്ധാത്മാവ് കൊടുത്തു. അപ്പോസ്തല പ്രവൃത്തികൾ 6:8 സ്തേഫാനോസിൻ്റെ കാര്യം. സ്തേഫാനോസ് കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ് പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു. നമുക്ക് ശിഷ്യന്മാർക്കെല്ലാം ഈ അവകാശം തന്നിട്ടുണ്ടെന്നാണ് നമ്മൾ പഠിക്കുന്നത്. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. രോഗികളെ സുഖപ്പെടുത്താനും അത്ഭുത പ്രവൃത്തികൾ ചെയ്യാനും വിശ്വാസം വേണം. വിശ്വസിച്ചാൽ മരിച്ചവരെയും ഉയർപ്പിക്കാൻ സാധിക്കും. കർത്താവായ യേശു പറഞ്ഞത്, ഞാൻ ചെയ്യുന്നതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കും വിശ്വാസത്തിൻ്റെ ശക്തിയാൽ. ഈ സിക്കമോർ മരത്തോടെ വേരോടെ ഇളക പോയി കടലിൽ ചെന്ന് പതിക്കുക എന്ന് നിങ്ങൾ പറഞ്ഞാൽ, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ആ മരം നിങ്ങളെ അനുസരിക്കും. കർത്താവ് പറഞ്ഞ വാക്കാണ്. പിന്നെ പൗലോസിൻ്റെ ഒരു പ്രാർത്ഥനയുടെ വേറൊരു ഭാഗം, ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കണം. അതിനുവേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്നു. കൊളോസോസ് 1:27 ഇങ്ങനെയുണ്ട്, ഈ രഹസ്യത്തിൻ്റെ മഹത്വം വിജാതരുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു. ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നത് തന്നെ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്നത് തന്നെ. ക്രിസ്തു നമ്മളിൽ അധിവസിക്കുന്നു. അത് നമ്മൾ എങ്ങനെ അറിഞ്ഞു? പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെട്ടു. യോഹന്നാൻ 14:20 പറയുന്നു, യേശു പറയുകയാണ്, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങളറിയും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാകുമെന്നർത്ഥം ഉണ്ട്. നമുക്ക് ഒരു പുതിയ ജീവൻ പ്രദാനം ചെയ്യുകയാണ്. അതും യേശു ക്രിസ്തു ചെയ്യുന്ന കാര്യമാണ്. ഗലാത്യർ 2:20 പറയുന്നു, പൗലോസ് എഴുതിയിരിക്കുകയാണ്, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. പൗലോസ് നമുക്ക് സ്നേഹത്തിൽ വേരുവാകണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. കൊളോസോസ് 3:14 പറയുന്നു, സർവോപരി എല്ലാറ്റിനെയും കൂട്ടി ഇണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ കൂടുതൽ വിവരിക്കുന്നില്ല. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ നമ്മളത് കൂടുതൽ ചിന്തിച്ചിട്ടുണ്ട്. എല്ലാത്തിനെയും കൂട്ടി ഇണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്നത് ഈ സ്നേഹമാണ്. ഐക്യം എല്ലാത്തിനെയും കൂട്ടിയിണക്കി ഐക്യം ഉണ്ടാക്കുന്ന, പരിപൂർണമായ ഐക്യം ഉണ്ടാക്കുന്ന സ്നേഹം കൊണ്ടാണ്. ആ സ്നേഹമില്ലാത്തത് കൊണ്ടാണ് ഈ വഴക്കും ബഹളവും അസമാധാനവും എല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ പരിപൂർണമായ ഐക്യം ഉണ്ടാകണമെങ്കിൽ ഈ സ്നേഹം വേണം. അത് പരിശീലിക്കുവിനെന്നാണ് പറഞ്ഞത്. സ്നേഹം ഉണ്ടായിരിക്കണമെന്നല്ല വാക്ക്, പരിശീലിക്കുവിൻ. പരിശീലിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ അഭ്യസിക്കണം, ട്രെയിനിങ് വേണം. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ആദ്യം അത് ചെയ്യുന്ന ആളിന് ചിലപ്പോൾ പ്രയാസമായിരിക്കും. അത് ട്രെയിനിങ് എടുത്ത് ഒത്തിരി നാൾ കൊണ്ട് ശീലിച്ച് അഭ്യസിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. ഒരു കളികളുടെ കാര്യത്തിലാണെങ്കിലും പല പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് പരിശീലിച്ച് അതിലങ്ങ് മിടുക്കരാകും. പഠിക്കുന്ന കാര്യത്തിലും അങ്ങനെ നമ്മൾ ഒന്നാം ടോപ്പിലൊക്കെ മാർക്ക് വാങ്ങിക്കുന്നത് ഒരു പ്രാവശ്യം വായിച്ചാലൊന്നും ചിലപ്പോൾ നമ്മൾ ഓർത്തിരിക്കണമെന്നില്ല. നമ്മൾ പല പ്രാവശ്യം വായിച്ച് പഠിച്ച് കണക്കൊക്കെ ആണെങ്കിൽ ചെയ്ത് പരിശീലിക്കണം. കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഒക്കെ അറിയാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ, അത് നമ്മൾ ഒന്ന് പരിശീലിക്കണം. കൂടുതൽ ചെയ്ത് പരിശീലനം കൂടുമ്പോൾ എല്ലാ കാര്യങ്ങളും വേഗം ചെയ്യാൻ സാധിക്കും. അതുപോലെ സ്നേഹത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞ വാക്ക് പരിശീലിക്കുവീനെന്ന്, അല്ലാതെ മനസ്സിൻ്റെ ഒരു വികാരമാണ് അങ്ങ് ഉണ്ടാകുമെന്നുള്ള ആ അർത്ഥത്തിലല്ല. അത് പോരാ, അതൊരു പരിശീലനം കൂടെ നമുക്കുണ്ടാകണം. അങ്ങനെ നമുക്ക് ഐക്യത്തിൽ നമ്മളെ ബന്ധിക്കും, ഒരു പരിപൂർണ ഐക്യം, സ്നേഹം ഉണ്ടാകും.
17 വാക്യമാണത്. അപ്പം നമ്മൾ ഇന്ന് ചിന്തിച്ചത് എഫേസ്യസ് 3:14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് ചിന്തിച്ചത്. നമ്മൾ ദൈവത്തിൻ്റെ പിതൃത്വത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു. പ്രാർത്ഥനയുടെ സാർവത്രിക ആവശ്യത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു. നമുക്ക് വേണ്ടിയുള്ള പൗലോസിൻ്റെ പ്രാർത്ഥന, അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. പിതാവ് തൻ്റെ ആത്മാവിലൂടെ നമ്മുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മീയ സമ്പന്നതയെക്കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിച്ചു പഠിച്ചു. മനുഷ്യൻ്റെ ബലഹീനതയെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു. ക്രിസ്തു നമ്മിൽ അധിവസിക്കുന്നു എന്ന് നാം മനസ്സിലാക്കി. അപ്പോൾ ഇനി 135-ാം എപ്പിസോഡിൽ 3-ാം അധ്യായം 18-ാം വാക്യം മുതൽ നമുക്ക് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമീൻ, ആമീൻ, ആമീൻ.